കഴിഞ്ഞ ദിവസം HMRC എന്നൊരു 100 പൗണ്ട് പെനാൽറ്റി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു എന്തിനാ ബ്രോ ഇങ്ങനെ ഫൈൻ കിട്ടിയത്, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വന്നതുകൊണ്ട് ഓരോരുത്തർക്കായിട്ട് മറുപടി പറയുന്നതിനേക്കാളും നല്ലൊരു വീഡിയോ ആക്കിയിട്ട് അയച്ചു കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ആ ഫൈൻ കിട്ടിയത്, നിങ്ങൾക്ക് അത് കിട്ടാതിരിക്കാനായിട്ട് എങ്ങനെ ശ്രദ്ധിക്കാം, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പേര് ലിജോ ജോസഫ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സെൽഫ് അസസ്മെൻറ്റ് ചെയ്യണം, ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഈ സെൽഫ് അസസ്മെൻറ്റും ടാക്സ് റിട്ടേണും ഒക്കെ ചെയ്യുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഫൈൻ കിട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2021 നവംബറിലാണ് UK എത്തിയത്. എന്നിട്ട് നവംബറിൽ നമ്മൾ BRP കാർഡൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡിസംബറിൽ ഡെലിവറിൻ്റെ ഒക്കെ എനിക്ക് ഓണായി. ഒരു ഡിസംബർ ലാസ്റ്റ് 2022 ജനുവരി ഫസ്റ്റോടുകൂടിയൊക്കെയാണ് ഡെലിവറി തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ആ വർഷം 2022 ഏപ്രിലാണ് ആ വർഷത്തെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. അപ്പം നോക്കുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ ഒരു 3 മാസക്കാലം മാത്രമാണ് ഞാൻ വന്ന ആ സാമ്പത്തിക വർഷത്തിൽ ഫുഡ് ഡെലിവറി ചെയ്തത്. അപ്പോൾ അന്നത്തെ എൻ്റെ ആ 3 മാസത്തെ വരുമാനം എന്ന് പറയുന്നത്, ഞാൻ സാധാ സൈക്കിളിലായിരുന്നു ചെയ്തത്, അത്ര കാര്യമായിട്ടൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 1000 പൗണ്ടിന് താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ വർഷത്തെ സെൽഫ് അസസ്മെൻറ്റ് ചെയ്തില്ല. ഞാൻ ചെയ്തത് 2023 ടു 24, 22 ടു 23. അതുകൊണ്ട് തന്നെ ഈ സെൽഫ് അസസ്മെൻറ്റുകൾ ചെയ്യാൻ നേരം ഞാൻ HMRCയുടെ സൈറ്റിൽ ഒരു UTR, യുണീക്ക് ടാക്സ് പേ റെഫറൻസോ അങ്ങനെ എങ്ങാണ്ട് ഒരു നമ്പർ നമുക്ക് കിട്ടും. ഈ HMRCയിൽ നമ്മൾ സെൽഫ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ UTR ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന വർഷത്തെ കണക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ 100 പൗണ്ട് ഫൈൻ എനിക്ക് വന്നത്. ഇനി ഇങ്ങനെ ഒരു പെനാൽറ്റി നിങ്ങൾക്ക് കിട്ടാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ സെൽഫ് അസസ്മെൻറ്റിന് HMRCയിൽ രജിസ്റ്റർ ചെയ്യുമ്പം UTR ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ UK എത്തിയ വർഷം മുതലുള്ള കണക്കുകൾ, ഓരോ വർഷത്തെയും ഓരോ സാമ്പത്തിക വർഷത്തിലും നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള വരുമാനത്തിൻ്റെ കണക്കുകൾ സബ്മിറ്റ് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് പെനാൽറ്റിയോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. ഇനി എന്താണ് UTR അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ്? ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? UTR സെൽഫ് അസസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് UK NI ജോബ് അല്ലാത്ത, അതായത് ടാക്സ് പിടിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ കണക്കുകൾ അത് എവിടെ നിന്ന് കിട്ടി, അത് എത്ര കിട്ടി, ഈ വക കണക്കുകൾ നമ്മളിവിടുത്തെ HMRC അതായത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഈ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഒരു ID ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കായിട്ട് തരുന്ന, നമ്മുടെ പ്രൊഫൈലിനായിട്ട് തരുന്ന ഒരു നമ്പറാണ് UTR നമ്പർ എന്ന് പറയുന്നത്, യുണീക്ക് ടാക്സ് പേ റെഫറൻസ്. അപ്പോൾ ഈ നമ്പർ ഇത് ഇത്രയേ ഉള്ളത്. ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? UK സ്വയം തൊഴിൽ, ഫുഡ് ഡെലിവറി, അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ്, ഇതല്ലെങ്കിൽ വാൻ വിത്ത് ഡ്രൈവർ, ഇങ്ങനെ സ്വയം തൊഴിൽ എന്തും ചെയ്യുന്ന ആൾക്കാർ സെൽഫ് അസസ്മെൻറ്റ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും നമ്മുടെ PR-നെയൊക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും PR-ൻ്റെ ടൈമിൽ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം PR-ൻ്റെ ടൈമിൽ നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ വരുമാനം, നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു കണക്കും സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് അതിനൊരു പെനാൽറ്റി കിട്ടാനായിട്ടോ അല്ലെങ്കിൽ PR റിജക്റ്റ് ആവാനായിട്ടോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി ഇപ്പം നിങ്ങൾ ഫുഡ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു വർഷമായിട്ടോ അല്ലെങ്കിൽ 2 വർഷമായിട്ടോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അപ്പോൾ കുഴപ്പമുണ്ടോ? സത്യം പറഞ്ഞാൽ അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, എപ്പോഴാണോ ചെയ്യുന്നത്, അത് 3-ാമത്തെ വർഷമോ 4-ാമത്തെ വർഷമോ ആയിക്കോട്ടെ, ആ ചെയ്യുന്ന സമയത്ത് എല്ലാ വർഷത്തെയും കണക്കുകൾ, ഓരോ സാമ്പത്തിക വർഷത്തിലെയും കണക്കുകൾ സെപ്പറേറ്റ് സബ്മിറ്റ് ചെയ്യുക. അതിനുള്ള ഓപ്ഷൻ ആ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പം എനിക്ക് പറ്റിയ ആ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. 1000 പൗണ്ടിന് താഴെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിലും നിങ്ങളുടെ കണക്കുകൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുന്നത്? അതിന് എന്നെ സഹായിച്ചത് ഒരു അക്കൗണ്ടൻ്റാണ്. ഞാൻ ആളുടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. 120 പൗണ്ട് ഫീസ് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് 100 പൗണ്ടിന് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, കാരണം ഞാൻ തന്നെ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചത്.
അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് 100 പൗണ്ട് പെനാൽറ്റി കിട്ടിയതിൻ്റെ പിന്നിലെ കഥകൾ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.